ഇന്ന് കർക്കിടകം 1. ഇനിയുള്ള ദിവസം രാമായണ പാരായണത്തിൻ്റെതാണ്. അതിരാവിലെ കുളിച്ച് ഈ മാസങ്ങളിൽ ഉമ്മറത്ത് ശിവോതിയെ വെക്കുന്നു. ശിവോതിയിൽ ഒരു ഇലച്ചീന്തിൽ ദശപുഷ്പങ്ങൾ വെക്കാറുണ്ട്. ദശപുഷ്പങ്ങൾ ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? പൂവാംകുറുന്തില, നിലപ്പന, ചെറോള, തിരുതാളി, മുക്കുറ്റി, കറുക, ഉഴിഞ്ഞ, കയ്യൊന്നി, വിഷ്ണുക്രാന്തി, മുയൽച്ചെവി. ഞങ്ങളുടെ പറമ്പിൽ നിന്ന് ഞങ്ങൾക്ക് ഇതേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ദശപുഷ്പങ്ങൾക്ക് പുറമെ കഴുകി വൃത്തിയാക്കി വെച്ച പലകയിൽ നനച്ച ഭസ്മം 3 വിരൽ കൊണ്ട് തൊട്ട് 2 വശങ്ങളിലും നടുവിലുമായി വരയ്ക്കണം. ഒരു താലത്തിൽ കസവും കൊണ്ട് ചെറുതാക്കി മടക്കി വെച്ച് അതിനു മുകളിൽ വാൽക്കണ്ണാടി വെക്കണം. ചെറിയ കിണ്ടിയിൽ വെള്ളമെടുത്ത് അതിലൊരു തുളസിക്കതിരിടണം. രാമായണ പുസ്തകം, കുങ്കുമച്ചെപ്പ്, കൺമഷി, ചന്ദനം, വിളക്ക്, ചന്ദനത്തിരി എന്നിവ കത്തിച്ചു വെക്കണം. ഇവയെല്ലാമാണ് ശിവോതിയിൽ വെക്കേണ്ടത്. ഇങ്ങനെ ശിവോതിയെ വെക്കുകയും രാമായണം പാരായണം ചെയ്യുകയും വേണം. വീട്ടിൽ ഐശ്വര്യവും സമാധാനവും ഉണ്ടാകുമെന്ന് ഇതിലൂടെ വിശ്വസിച്ചിരുന്നു. ശ്രീരാമ മമ ഹൃദി സമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹാണമോസ്തുതേ. ഇന്ന് കർക്കിടകം 1. ഇനിയുള്ള ദിവസം രാമായണ പാരായണത്തിൻ്റെതാണ്. അതിരാവിലെ കുളിച്ച് ഈ മാസങ്ങളിൽ ഉമ്മറത്ത് ശിവോതിയെ വെക്കുന്നു. ശിവോതിയിൽ ഒരു ഇലച്ചീന്തിൽ ദശപുഷ്പങ്ങൾ വെക്കാറുണ്ട്. ദശപുഷ്പങ്ങൾ ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? പൂവാംകുറുന്തില, നിലപ്പന, ചെറോള, തിരുതാളി, മുക്കുറ്റി, കറുക, ഉഴിഞ്ഞ, കയ്യൊന്നി, വിഷ്ണുക്രാന്തി, മുയൽച്ചെവി. ഞങ്ങളുടെ പറമ്പിൽ നിന്ന് ഞങ്ങൾക്ക് ഇതേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ദശപുഷ്പങ്ങൾക്ക് പുറമെ കഴുകി വൃത്തിയാക്കി വെച്ച പലകയിൽ നനച്ച ഭസ്മം 3 വിരൽ കൊണ്ട് തൊട്ട് 2 വശങ്ങളിലും നടുവിലുമായി വരയ്ക്കണം. ഒരു താലത്തിൽ കസവും കൊണ്ട് ചെറുതാക്കി മടക്കി വെച്ച് അതിനു മുകളിൽ വാൽക്കണ്ണാടി വെക്കണം. ചെറിയ കിണ്ടിയിൽ വെള്ളമെടുത്ത് അതിലൊരു തുളസിക്കതിരിടണം. രാമായണ പുസ്തകം, കുങ്കുമച്ചെപ്പ്, കൺമഷി, ചന്ദനം, വിളക്ക്, ചന്ദനത്തിരി എന്നിവ കത്തിച്ചു വെക്കണം. ഇവയെല്ലാമാണ് ശിവോതിയിൽ വെക്കേണ്ടത്. ഇങ്ങനെ ശിവോതിയെ വെക്കുകയും രാമായണം പാരായണം ചെയ്യുകയും വേണം. വീട്ടിൽ ഐശ്വര്യവും സമാധാനവും ഉണ്ടാകുമെന്ന് ഇതിലൂടെ വിശ്വസിച്ചിരുന്നു.